അഭിരാമിയെ 2 മണിക്കൂറായിട്ട് പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ അല്ല ആ കൊലപാതകം ചെയ്തതെന്നും അവർ എല്ലാവരും കൂടി എന്നെ ട്രാപ്പ് ചെയ്തതാ എന്നൊക്കെ പോലീസിനോട് അവൾ പറഞ്ഞെങ്കിലും സാക്ഷിമൊഴികളും ഫിംഗർ പ്രിന്റും എല്ലാം അഭിരാമിക്ക് അനുകൂലമായതുകൊണ്ട് തന്നെ പോലീസിന് അവൾ അല്ല കൊലപാതകം നടത്തിയതെന്ന് വിശ്വസിക്കാൻ കഴിയില്ലായിരുന്നു. അവളുടെ ബോയ്ഫ്രണ്ടായ അതേ കിരൺ തന്നെയാണ് അഭിരാമി കുറ്റം ചെയ്തത് കണ്ടു എന്ന് പോലീസിനോട് തുറന്നു പറഞ്ഞത്. അവസാനം അവളുടെ ദയനീയത കണ്ട് സംഭവിച്ച കാര്യങ്ങൾ ഒന്നുപോലും വിട്ടുപോകാതെ വിശദീകരിക്കാൻ പോലീസ് അഭിരാമിയോട് പറഞ്ഞു. അഭിരാമിയും കിരണും വർഷങ്ങളായുള്ള റിലേഷൻഷിപ്പാണ്. നീണ്ട കാലത്തെ വീട്ടുകാരുടെ എതിർപ്പൊക്കെ മാറി കല്യാണം ഫിക്സ് ചെയ്യാൻ നാട്ടിലേക്ക് പോയതായിരുന്നു കിരണും അഭിരാമിയും. ബൈക്കിലാണ് അവർ പോയത്. ഒരുപാട് ഇരുട്ടിയത് കാരണം അന്നത്തെ രാത്രി സ്പെൻഡ് ചെയ്യാൻ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തെ ഒരു വീടാണ് അവർക്ക് കിട്ടിയത്. അവിടെ ഒരു ഹോട്ടലോ ലോഡ്ജോ എന്തിന് റേഞ്ച് പോലും ഇല്ലായിരുന്നു. ആ വീട് കണ്ടപ്പോൾ തന്നെ അഭിരാമിക്ക് എന്തോ പന്തികേട് പോലെ തോന്നി. ബെല്ലടിച്ചപ്പോൾ ഡോർ തുറന്നത് ഒരു പെണ്ണായിരുന്നു. കിരണിനെ കണ്ടപ്പോഴുള്ള അവളുടെ നോട്ടം തന്നെ അഭിരാമിക്ക് അത്ര പിടിച്ചില്ല. അവർ പരസ്പരം പരിചയപ്പെടുത്തി. അവളുടെ പേര് ലക്ഷ്മി എന്നായിരുന്നു. ഇന്ന് രാത്രി ഇവിടെ നിന്നോട്ടെ എന്ന് സഹായം ചോദിച്ച കിരണിനോട് ഒരു മടിയും കൂടാതെ മുൻപ് പരിചയമുള്ള പോലെ അവൾ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. അപ്പോഴേക്കും കുറച്ച് പ്രായം ചെന്ന ഒരാൾ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു. അദ്ദേഹം ആരാണെന്ന ചോദ്യത്തിന് അവളാണ് പെട്ടെന്ന് വന്ന് അച്ഛനാണെന്ന് മറുപടി നൽകിയത്. അദ്ദേഹത്തിന്റെ പേര് സേതു എന്നായിരുന്നു. അതിലും അഭിരാമിക്ക് എന്തോ പന്തികേട്ടുള്ള പോലെ തോന്നി. അയാൾ എന്തായാലും രാത്രി യാത്ര വേണ്ട, ഇവിടെ ദുരാത്മാക്കളുടെ ശല്യമുണ്ട് എന്നൊക്കെ അവരോട് പറഞ്ഞു. എന്നാൽ അവർ അതിന് വില കൊടുത്തില്ല. ശേഷം ലക്ഷ്മി ആപ്പിൾ കട്ട് ചെയ്ത് കിരണിന്റെ മുൻപിൽ മാത്രം വെച്ചു. അതിൽ നിന്ന് ആപ്പിൾ എടുക്കാൻ വന്ന അഭിരാമിക്ക് മുൻപിലേക്ക് മുറിക്കാത്ത ആപ്പിളും ഒരു കത്തിയും നീ വേണമെങ്കിൽ മുറിച്ച് കഴിക്കുക എന്നുള്ള രീതിയിൽ നീക്കി വെച്ചു കൊടുത്തു. നല്ല പഴക്കമുള്ള വീടായതുകൊണ്ട് കിരൺ വീടിനെ പറ്റി ചോദിച്ചു. ആ വീട് 100 വർഷത്തോളം പഴക്കമുള്ള വീടാണെന്നും മുത്തശ്ശൻ പണി കഴിപ്പിച്ചതാണെന്നും ഒക്കെ അയാൾ പറഞ്ഞു. അഭിരാമി അവിടെ ഒക്കെ നോക്കിയപ്പോൾ ഒരു പെട്ടി പോലെ ഒന്ന് അവൾ കണ്ടു. അവൾക്ക് അതിലും എന്തോ പന്തികേട് തോന്നി. ശേഷം അയാൾ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഫോട്ടോ കാണിച്ചു കൊടുത്തു. അവിടെ കുറേ ഫോട്ടോ ഉണ്ടായിരുന്നു. ഓരോ തലമുറകളുടെയും ഫോട്ടോ ആയിരുന്നു അത്. അഭിരാമിയെ ആ ഫോട്ടോ കണ്ട് തീർക്കാൻ സമ്മതിക്കാതെ ലക്ഷ്മി ചാടി എഴുന്നേറ്റ് കിരണിനോടും അഭിരാമിയോടും പോയി കിടക്കാൻ പറഞ്ഞു. അപ്പോഴുള്ള അവരുടെ നോട്ടവും വശവിശക്ക് നിറഞ്ഞതായിരുന്നു. റൂമിൽ വെച്ച് അഭിരാമി ആ പെണ്ണിന്റെ കിരണിനോടുള്ള പെരുമാറ്റം ഒട്ടും തന്നെ പിടിക്കുന്നില്ല എന്ന് അവൾ കിരണിനോട് പറഞ്ഞെങ്കിലും അതൊക്കെ തോന്നുന്നതാ എന്ന് പറഞ്ഞ് അവൻ അവളെ ആശ്വസിപ്പിച്ചു. അതുപോലെ അവൾ അച്ഛനും മകളുമാണെന്ന് പറഞ്ഞതിലും തനിക്ക് സംശയമുണ്ടെന്ന് അഭിരാമി പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് അഭിരാമി ഫ്രഷ് ആയിട്ട് വന്നപ്പോഴേക്കും കിരൺ ഉറങ്ങിയിരുന്നു. അഭിരാമി ഹാളിൽ മറന്നു വെച്ചിരുന്ന മൊബൈൽ എടുക്കാൻ പോയപ്പോൾ ഷെൽഫിൽ ഇരിക്കുന്ന ഫോട്ടോ ശ്രദ്ധിച്ചു. അവിടെ 3 ദമ്പതിമാരുടെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അതിൽ അവസാനത്തേത് അവൾ കണ്ട വയസ്സായ ആളും ആ പെണ്ണും നിൽക്കുന്നതായിരുന്നു. എന്നാൽ തൊട്ട് താഴെ ഒരു ഫോട്ടോ കൂടി നേരത്തെ കണ്ടതായി അവൾക്ക് തോന്നിയെങ്കിലും ഇപ്പോൾ അതവിടെ ഇല്ലായിരുന്നു. എന്തോ പന്തികേട് തോന്നി അവൾ നേരത്തെ ശ്രദ്ധിച്ച ആ പെട്ടി തുറന്നു നോക്കി. അതിൽ കറുത്ത തുണിയും 2 രൂപങ്ങളും പിന്നെ വിളക്കുമൊക്കെ ആയിരുന്നു. പെട്ടെന്ന് ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ട് അഭിരാമി ഒളിച്ചു നിന്നു. അവൾ ഡോറിന്റെ ഇടയിൽ കൂടി നോക്കിയപ്പോൾ അയാളും അവളും ഒരു റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ അഭിരാമിക്ക് മനസ്സിലായി അവർ അച്ഛനും മകളും അല്ലെന്ന്. ഇതൊക്കെ കണ്ട് ടെൻഷൻ അടിച്ച അഭിരാമി കയ്യിലുള്ള ഉറക്കഗുളിക എടുത്ത് കഴിച്ച് എങ്ങനെയെങ്കിലും നേരം വെളുപ്പിച്ചാൽ മതി എന്ന് കരുതി കിടന്നുറങ്ങി. എന്നാൽ ഇതേ സമയം ഇപ്പുറത്തെ റൂമിൽ അയാൾ അവളോട് ആ കിരണിനെ നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നല്ലോ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, എനിക്ക് അവനേക്കാൾ പ്രായമുള്ളതുപോലെ തോന്നുന്നു എന്നൊക്കെ ലക്ഷ്മി പറഞ്ഞു. തിരിച്ചു സേതു നിനക്ക് എവിടുന്ന് പ്രായം തോന്നിക്കാൻ, നീ ഇപ്പോഴും പഴയതുപോലെ തന്നെ, വയസ്സായത് ഞാനാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ടേബിളിന്റെ മുകളിൽ നേരത്തെ അഭിരാമി തിരഞ്ഞ ഫോട്ടോ കാണിക്കുന്നുണ്ട്. അതിൽ ഇപ്പോൾ കാണുന്ന പെണ്ണിന് പകരം മറ്റൊരു സ്ത്രീയായിരുന്നു. പിറ്റേന്ന് നേരം വെളുത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ അഭിരാമി കണ്ടത് ആ പെണ്ണ് കിരണും അടുത്തിരുന്ന് സംസാരിക്കുന്നതാണ്. അഭിരാമി പോകാമെന്ന് പറഞ്ഞെങ്കിലും കിരൺ വണ്ടി പഞ്ചറാണ്, പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് നോക്കാൻ വന്ന അഭിരാമിയുടെ ചെരുപ്പും പുറത്ത് കാണാനില്ലായിരുന്നു. ശേഷം അകത്ത് റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് അവൾ തന്റെ ഫോൺ എടുത്ത് റേഞ്ചുള്ള സ്ഥലം നോക്കി നടന്നു. തിരികെ പോകാനുള്ള ഊബർ ബുക്ക് ചെയ്യാനായിട്ട് റേഞ്ച് നോക്കി കുറച്ചങ്ങ് നടന്നെത്തിയപ്പോൾ അവൾ ഒരു കുഞ്ഞു കട കണ്ടു. ആ കടയിലെ ആൾ അവളെ വിളിച്ച് കാര്യം ചോദിച്ചു. ആ വീട്ടിൽ താമസിക്കരുതെന്നും ഒരു ശാപം പിടിച്ച വീടാണെന്നും കൂടെ ഉണ്ടായിരുന്ന പയ്യനെ കൊണ്ട് എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാനും അയാൾ പറഞ്ഞു. കാര്യം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ആ വീട് മുൻപൊരു തറവാടായിരുന്നു. അവിടെ ദുർമന്ത്രവാദവും ആഭിചാരവും ഒക്കെ ചെയ്തിരുന്ന ഒരു കാരണവരും ഭാര്യയുമാണ് താമസിച്ചിരുന്നത്. അവർക്ക് കുട്ടികളില്ലെങ്കിലും പരസ്പരം ഭയങ്കര സ്നേഹത്തിലായിരുന്നു. അകന്ന ബന്ധത്തിലുള്ള ഒരു പയ്യൻ മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്. ഒരു ദിവസം അവൻ ഒരു പെണ്ണിനെയും കൂട്ടിക്കൊണ്ടുവന്നു. അവർ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ രാത്രി ആ ചെറുക്കന്റെയും പെണ്ണിന്റെയും അലർച്ച കേട്ട് നാട്ടുകാർ ഓടിച്ചെന്നപ്പോൾ ആ പയ്യനെയും പെണ്ണിനെയും കെട്ടിയിട്ട് മന്ത്രവാദക്കളത്തിനു മുൻപിൽ അവരെ കൊല്ലാൻ നിൽക്കുന്ന കാരണവരെയും ഭാര്യയുമാണ് നാട്ടുകാർ കണ്ടത്. നാട്ടുകാർ അവരെ 2 പേരെയും കൊന്നിട്ട് ആ പയ്യനെയും അവളെയും രക്ഷപ്പെടുത്തി. അങ്ങനെ അവർ 2 പേരും അതിന്റെ അവകാശികളായി അവിടെ കഴിഞ്ഞു. എന്നാൽ അവരും നാട്ടുകാരുമായൊന്നും അടുപ്പമില്ലാതെ വീട്ടിനുള്ളിൽ ഒതുങ്ങി കൂടുകയായിരുന്നു. അന്നത്തെ ആ പയ്യനാണ് ഇപ്പോൾ ഉള്ള ആ വൃദ്ധനായ സേതു.
അയാളുടെ ഭാര്യയെപ്പറ്റി അഭിരാമി ചോദിച്ചപ്പോൾ കടക്കാരൻ പറഞ്ഞത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം രാത്രി ഒരു പെണ്ണ് അവളുടെ കാമുകനെ അന്വേഷിച്ച് നടന്ന് ആ വീട്ടിൽ ചെന്ന് കയറി. അവളായിരുന്നു ഇപ്പോൾ കണ്ട വൃദ്ധന്റെ ഭാര്യയായ ലക്ഷ്മി. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ അവൾക്ക് ആ വൃദ്ധനോട് പ്രണയമായെന്നും കാമുകൻ തിരക്കി വന്നിട്ടും അവൾ പോയില്ലെന്നും അയാൾ പറഞ്ഞു. അഭിരാമിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ സേതുവിന്റെ ഭാര്യയാകട്ടെ ഇതൊന്നും സഹിക്കാൻ കഴിയാതെ മാനസിക നില തെറ്റി കുറച്ചു ദിവസം ഭ്രാന്തിയെപ്പോലെ അവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ശേഷം ഒരു ദിവസം ആത്മഹത്യ ചെയ്തു. എല്ലാം കാരണവരുടെയും ഭാര്യയുടെയും ശാപമാണെന്നാണ് നാട്ടുകാർ വിശ്വസിച്ചിരുന്നത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആ വീട്ടിലേക്ക് കയറി ചെന്ന 2 പേരാണ് അഭിരാമിയും കിരണും. ഇത്രയും പറഞ്ഞിട്ട് അയാൾ കൂട്ടിച്ചേർത്തു, ആ വീട്ടിൽ ചെന്ന് കയറിയ കാമുകന്മാർക്ക് സമാധാനം കിട്ടിയിട്ടില്ല. എത്രയും പെട്ടെന്ന് അവനെയും വിളിച്ചുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാനും അയാൾ പറഞ്ഞു. ഇത് കേട്ടതും അഭിരാമി കിരണിന്റെ അടുത്തേക്ക് ഓടി. അവിടുന്ന് രക്ഷപ്പെടാം എന്ന് അഭിരാമി കിരണിനോട് പറഞ്ഞെങ്കിലും കിരൺ അത് അത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞ് റൂമിലേക്ക് ചൂണ്ടിക്കാണിച്ചു. റൂമിൽ കയറി നോക്കി അവൾ കണ്ടത് ആ വൃദ്ധൻ മരിച്ചു കിടക്കുന്നതാണ്. ഇത് കണ്ട അഭിരാമി ഞെട്ടിപ്പോയി. അയാളുടെ നെഞ്ചിൽ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തിയ പാടുണ്ടായിരുന്നു. ഇതേ സമയം കിരണും ആ പെണ്ണും കൂടി പുറത്തുനിന്ന് ഡോർ ലോക്ക് ചെയ്തു. അവൾ കരഞ്ഞു പറഞ്ഞെങ്കിലും പുറത്തുനിന്ന് റിപ്ലൈ ഒന്നുമില്ലായിരുന്നു. ഇതായിരുന്നു അഭിരാമി പോലീസിനോട് പറഞ്ഞത്. എന്നാൽ പോലീസ് അഭിരാമി പറഞ്ഞത് വിശ്വസിക്കാൻ തയ്യാറായില്ല. കാരണം മരിച്ച സേതുവിന്റെ ശരീരത്തിലെ കത്തിയിൽ നിന്ന് അഭിരാമിയുടെ ഫിംഗർ പ്രിന്റാണ് ലഭിച്ചത്. അതുപോലെ അഭിരാമിയുടെ ചെരുപ്പിൽ സേതുവിന്റെ രക്തക്കറയും ഉണ്ടായിരുന്നു. അതുപോലെ ബ്ലഡിൽ നിന്ന് അഭിരാമി ഉപയോഗിക്കുന്ന സ്ലീപ്പിംഗ് പിൽസിന്റെ അംശവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ഇത്രയും തെളിവുകൾ പോലീസ് പറഞ്ഞിട്ടും അവൾ അല്ല കുറ്റം ചെയ്തത് എന്ന് പറഞ്ഞു. ഇതേ സമയം കിരൺ സ്റ്റേഷനിൽ വന്ന് അഭിരാമിയെ കാണാനുള്ള പെർമിഷൻ ചോദിച്ചു. ആദ്യം എതിർത്ത പോലീസ് പിന്നീട് സമ്മതിച്ചു. കിരണിനെ കണ്ടതും അഭിരാമി കരഞ്ഞുകൊണ്ട്, ഈ ജന്മം എന്നെ വിട്ട് പോകില്ല എന്ന് പറഞ്ഞ നീ ഇന്നലെ കണ്ട ഒരുത്തിക്ക് വേണ്ടി എന്നെ ചതിച്ചല്ലേ എന്ന് ചോദിച്ചു. എന്നാൽ കിരൺ ആളാകെ മാറിയിരുന്നു. അവൻ പറഞ്ഞത് എനിക്ക് വേണ്ടത് എൻ്റെ ഭാര്യയായിരുന്നു. പെട്ടെന്ന് അഭിരാമിക്ക് മനസ്സിലായില്ലെങ്കിലും അവൾ ആ കടക്കാരൻ പറഞ്ഞതോർത്തു. ലക്ഷ്മി തിരക്കി വന്ന കാമുകൻ കിരൺ ആണോ എന്ന ചോദ്യത്തിന് കിരൺ പറഞ്ഞത്, എനിക്ക് അവളോടുള്ള പ്രണയം തുടങ്ങിയിട്ട് വർഷം 80 കഴിഞ്ഞു. ഇത് കേട്ട് അഭിരാമി ഞെട്ടി. ഇപ്പോൾ തൻ്റെ മുൻപിൽ ഇരിക്കുന്നത് കിരൺ അല്ലെന്നും ആ കാരണവർ ആണെന്ന്, ആ പെണ്ണ് അയാളുടെ ഭാര്യ ആണെന്നും അവൾക്ക് മനസ്സിലായി. തമ്മിൽ മരണം കൊണ്ടുപോലും പരസ്പരം വേർപിരിയരുതെന്ന് ആഗ്രഹിച്ച കാർത്യായനിയും ശങ്കരനും മരണത്തെ തോൽപ്പിക്കുന്ന പരകായ പ്രവേശം എന്ന മന്ത്രം പഠിച്ചു. ആത്മാവിനെ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് മാറ്റുന്ന അത്ഭുത കർമ്മം. പ്രായമായ ശങ്കരന്റെയും കാർത്യായനിയുടെയും ആദ്യ അതിഥി അവർക്കാകെ ഉണ്ടായിരുന്ന ബന്ധുവായ ആ പയ്യനും അവൻ വിളിച്ചുകൊണ്ടുവന്ന പെണ്ണുമായിരുന്നു. വാർദ്ധക്യത്തിലായിരുന്ന അവർ അന്ന് തന്നെ അവരുടെ ശരീരത്തിലേക്ക് പരകായ പ്രവേശം ചെയ്തു. മനസ്സ് നഷ്ടപ്പെട്ട അവരുടെ പഴയ ശരീരം ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് പോയതോടെ അവർ തന്നെ അലറി വിളിച്ച് ആളെ കൂട്ടി തങ്ങളുടെ പഴയ ശരീരങ്ങളെ നശിപ്പിച്ചു. അങ്ങനെ അന്ന് നാട്ടുകാർ രക്ഷപ്പെടുത്തിയ ആ കമിതാക്കൾ മനസ്സുകൊണ്ട് കാർത്യായനിയും ശങ്കരനുമായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് പിന്നെ അവരെയും വാർദ്ധക്യം ബാധിച്ചപ്പോഴാണ് കാമുകനെ തേടി നടന്ന ലക്ഷ്മി അവിടെ എത്തുന്നത്. അന്ന് രാത്രി അവളിൽ അവർ കാർത്യായനിയുടെ മനസ്സ് പരകായ പ്രവേശത്തിലൂടെ ലക്ഷ്മിയിലേക്ക് കൈമാറി. അപ്പോഴും അഭിരാമി ആ കടക്കാരൻ പറഞ്ഞത് ഓർത്തു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ അവൾക്ക് അയാളോടായി പ്രണയമെന്നത്. പിന്നെ അവർക്ക് വേണ്ടിയിരുന്നത് വാർദ്ധക്യത്തിലെത്തിയ സേതുവിന്റെ മനസ്സ് കൈമാറാൻ ഒരു ശരീരമായിരുന്നു. അതിനായി അവർ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് കിരണും അഭിരാമിയും അവരുടെ വാതിലിൽ മുട്ടുന്നത്. അന്ന് രാത്രി പൂജയിലൂടെ കാരണവരുടെ മനസ്സ് കിരണിലേക്ക് കൈമാറി. പരകായ പ്രവേശനത്തിന് ശേഷം പഴയ ശരീരം മുൻപ് എന്താണ് സംഭവിച്ചത് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ ഭ്രാന്തമായി മാറുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരെ എങ്ങനെയെങ്കിലും കൊലപ്പെടുത്തുകയോ സ്വയം ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയോ ചെയ്യും. കിരണിനെയും അഭിരാമിയെയും കണ്ടപ്പോൾ തന്നെ അവർക്ക് കിരണിനെ സ്വന്തമാക്കാനും അഭിരാമിയെ ഒഴിവാക്കാനുമുള്ളത് പ്ലാൻ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് തെളിവുകളെല്ലാം അഭിരാമിക്ക് അനുകൂലമായതും. പിറ്റേന്ന് അവൾ ഫോണും എടുത്ത് പുറത്തേക്ക് പോയപ്പോൾ അവർ 2 പേരും കൂടി അയാളെ കൊന്ന് കുറ്റം അഭിരാമിയുടെ പേരിലാക്കാനുള്ള ശ്രമത്തിലായി. പതിറ്റാണ്ടുകൾക്ക് മുൻപേ മരിച്ചു എന്ന് വിശ്വസിച്ചിരുന്ന കാർത്തുവും ശങ്കരനും ഇന്നും മരണമില്ലാതെ പേരും രൂപവും മാറി ലക്ഷ്മിയും കിരണുമായും വരെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത്രയും നാൾ പരകായ പ്രവേശനത്തിനും ശേഷം മനസ്സ് നഷ്ടപ്പെട്ടവർക്ക് മാത്രമാണ് ഭ്രാന്തായത്. എന്നാൽ ഇന്ന് അഭിരാമി മനസ്സ് നഷ്ടപ്പെടാതെ എല്ലാ വേദനകളും അറിഞ്ഞുകൊണ്ട് ഭ്രാന്തിയായി ജീവിക്കാൻ പോവുകയാണ് എന്ന് കിരൺ പറഞ്ഞതും അവൾ ദേഷ്യം കൊണ്ട് കിരണിനെ കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ ബഹളം കേട്ട് പോലീസ് വന്ന് അവളെ പിടിച്ചുമാറ്റി. അവനാണ് എല്ലാം ചെയ്തതെന്നും ഇത് കിരൺ അല്ല പഴയ ശങ്കരനാണ് എന്നും പോലീസിനോട് അവൾ പറഞ്ഞെങ്കിലും പോലീസ് വിശ്വസിച്ചില്ല. ശേഷം അവളാണ് കുറ്റം ചെയ്തത് എന്ന് ഉറപ്പിച്ച് ജയിലിലേക്ക് മാറ്റാൻ പോലീസ് പറഞ്ഞു. ആ വീട്ടിലെത്തിയ അവൻ ഷെൽഫിൽ അവർ ഓരോ ശരീരത്തിലേക്ക് കയറുമ്പോഴുമുള്ള കമിതാക്കളായി നിന്ന ഫോട്ടോയ്ക്കൊപ്പം കിരണിൻ്റെയും ലക്ഷ്മിയുടെയും ഫോട്ടോ ചേർത്ത് വെച്ചു. അടുത്ത വാർദ്ധക്യം അവരെ തേടി എത്തുമ്പോൾ ഇനിയും കിരണും ലക്ഷ്മിയും മാറി മറ്റ് ചിത്രങ്ങൾ അവിടെ കൂട്ടിച്ചേർത്തേ. കിരൺ പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണബോധത്തോടെ എല്ലാ വിഷമങ്ങളും അറിഞ്ഞുകൊണ്ട് അഭിരാമി ഒരു ഭ്രാന്തിയുമായി മാറി.